ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്ന തൈറോയ്ഡ് ക്യാൻസേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് കോമണായിട്ട് തൈറോയ്ഡ് ക്യാൻസേഴ്സ് നമുക്ക് കോമണായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഫോളിക്കുലർ ക്യാൻസർ എന്ന് പറയും, 2 പാപ്പിലറി കാർസിനോമ. ഈ 2 ടൈപ്പാണ് തൈറോയ്ഡ്. പിന്നെ മെഡുലറി ക്യാൻസർ ഉണ്ട്, അത് റെയറാണ്, നമ്മൾ കോമണായിട്ട് കാണാറില്ല. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ പാല. അപ്പോൾ 80% തൈറോയ്ഡ് ക്യാൻസർ കാണുന്നത് പാപ്പിലറി ടൈപ്പ് ഓഫ് ക്യാൻസറാണ്. അപ്പോൾ അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ ഓൺലി ബയോപ്സി, നമ്മൾ തൈറോയ്ഡ് ഇതുകൊണ്ട് സർജറി കഴിഞ്ഞിട്ട് ആ ഗ്രന്ഥി എടുത്തു കഴിഞ്ഞാൽ ബയോപ്സി കിട്ടാൻ മാത്രമേ ഇത് ഫൈനലായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും അതുകൊണ്ട് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ഒരു ഇതിൽ നമുക്ക് ഡയഗ്നോസ് എപ്പോഴും ലേറ്റ് ആയിരിക്കും. പലപ്പോഴും വലിയ മുഴ പോലും കാണണമെന്നില്ല. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഹൈപ്പർ തൈറോയ്ഡ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിൻ്റെ സിംറ്റംസ് ആയിട്ട് വരും. നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്ന വരും, ചിലപ്പോൾ FNAC എടുത്തുനിന്ന് വരും, ഫൈനൽ ആസ്പിറേഷൻ സൈറ്റോളജി. പക്ഷേ അതിലൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. ചിലർക്ക് കിട്ടും, പക്ഷേ എന്നാൽ അങ്ങനെ ഡൗട്ട് വന്നു. അൾട്രാസൗണ്ട് നമ്മൾ 1, 2, 3, 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബേസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ 3, 4 ഒക്കെ നമ്മൾ സർജറി ചെയ്യാൻ പറയും. അങ്ങനെ വരുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്ത് നമ്മൾ ബയോപ്സിക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയുന്നത് പാപ്പിലറി കാർസിനോമയാണ്, അല്ലെങ്കിൽ ഫോളിക്കുലർ കാർസിനോമയാണ്, അല്ലെങ്കിൽ റെയറായിട്ട് മെഡുലറി കാർസിനോമയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഭയപ്പെടേണ്ട കാര്യം, തൈറോയ്ഡ് ക്യാൻസർ ഒരിക്കലും നമ്മൾ മരണകാരണമല്ല. പലർക്കും നമുക്ക് 90-95% സർവൈവൽ റേറ്റുള്ള ക്യാൻസറാണ് ഈ പാപ്പിലറി ക്യാൻസറും ഫോളിക്കുലർ ക്യാൻസറും. പിന്നെ ഇച്ചിരൂടെ നമുക്ക് ഒരു പ്രശ്നമുള്ളത് മെഡുലറിയും ഫോളിക്കുലർ ക്യാൻസറാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഡയഗ്നോസിലേക്ക് നമ്മൾ പോകണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ബയോപ്സി കിട്ടാൻ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഏർലി ഡയഗ്നോസ് നമ്മൾ പലപ്പോഴും അൾട്രാസൗണ്ട് പറയും. പിന്നെ FNAC പലപ്പോഴും നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡഡ് ചെയ്യുമ്പോൾ ഒരു സ്ഥലം നമ്മൾ കുത്തിയെടുക്കും, പക്ഷേ നമുക്ക് കൃത്യമായിട്ടൊരു അറിവ് അതിൽ കിട്ടണമെന്നില്ല. പല കേസിലും പാപ്പിലറി ആണെന്ന് പറഞ്ഞ് ക്യാൻസർ എടുത്തിട്ട് ഫോളിക്കുലർ ആണെന്ന് പറഞ്ഞ് ക്യാൻസർ FNAC എടുത്തിട്ട് ബയോപ്സി കഴിഞ്ഞപ്പം പാപ്പിലറിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ തൈറോയ്ഡ് ക്യാൻസറിൻ്റെ എന്നാ പറയുന്നത്, അത് ലോങ് ടൈം സർവൈവൽ വളരെ കൂടുതലാണ്. 95% ആൾക്കാർ 5 ഇയർ അല്ലെങ്കിൽ 10 ഇയർ ഒക്കെ ജീവിച്ചിരിക്കും, ഒരു കുഴപ്പമില്ല. ലോങ് ടൈം ഫോളോ അപ്പ് മതി. നമ്മളൊരു 6 മാസം ഇയർലി ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക, തൈറോയ്ഡ് ഹോർമോൺസ് നോക്കുക, ഒരു അൾട്രാസൗണ്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്തിരുന്നാൽ മതി. അപ്പം അത് നമ്മൾ പലപ്പോഴും ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഗോയിറ്റർ ഉണ്ടായിരുന്നു, ഒരു മൾട്ടിനോളർ ഗോയിറ്റർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ സർജറിക്ക് പോയി ആ ബയോപ്സിക്ക് വിടുമ്പോഴേക്കും കണ്ടുപിടിക്കും. വളരെ ചുരുക്കം ആൾക്കാർ മാത്രം 1-2 നോഡൊക്കെ കണ്ടിട്ട് പാപ്പിലറി ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മൾ തൈറോയ്ഡ് എൻ്റെ മുഴ ക്യാൻസറാണോ, പലപ്പോഴും പ്രായമുള്ളവർ നമ്മൾ പറയും ഒരു അൾട്രാസൗണ്ട് ചെയ്യുക, ഒരു FNAC ചെയ്ത് നോക്കും, ഇയർലി ചെയ്ത് നോക്കുമ്പം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ 3ഉം 4ഉം ബേസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ അൾട്രാസൗണ്ട് വരുന്നെങ്കിൽ സർജറി ചെയ്യാൻ പറയും. സർജറി ചെയ്ത് തൈറോയ്ഡ് ഗ്രന്ഥി മാറ്റാൻ പറയും, എന്നിട്ട് ബയോപ്സിക്ക് വിടാൻ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ കൊളോയിഡ് ഗോയിറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് വേറെ കൂട്ട് ഹഷിമോട്ടോസ് ഓട്ടോഇമ്യൂൺ തൈറോയ്ഡൈറ്റിസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ക്യാൻസർ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരുന്നാൽ മതി. പുതിയ ഡ്രഗ്സ് ഉണ്ട്, റേഡിയോ തെറാപ്പി ഉണ്ട്, അബ്ലേറ്റീവ് തെറാപ്പി ഉണ്ട്, അല്ലെങ്കിൽ സർജിക്കൽ എക്സിഷൻ ഉണ്ട്. ഇങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്കൊരിക്കലും പോയാൽ മതി. പിന്നെ ലോങ് ടൈം ഫോളോ അപ്പ് 5 ഇയർ 10 ഇയർ ഒക്കെ സർവൈവൽ 95% ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മരിച്ചു പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നാലും നമ്മൾ തൈറോയിഡിൻ്റെ ഒരു മുഴയുണ്ട്, നമ്മൾ ഇയർലി അൾട്രാസൗണ്ട് ചെയ്ത് FNAC എടുത്ത് ഇനി അതിൽ പ്രകാരം കുഴപ്പമെന്ന് പറയുമ്പോൾ സർജറി ചെയ്ത് നമ്മൾ മാറ്റുന്നതായിരിക്കും നല്ലത്. താങ്ക് യു.